ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ കാര്യം എന്തോന്ന് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി കണ്ടവർക്ക് കാര്യം എളുപ്പം മനസ്സിലായി കാണും. മുഫീദിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 5 വയസ്സായി മോനിക്ക്. മോൻ്റെ 1 വയസ്സിൻ്റെ ബർത്ത്ഡേ മാത്രമാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് വിളിച്ചു കൂട്ടി നല്ല രീതിയിൽ നടത്തിയത്. ബാക്കിയൊന്നും അങ്ങനെ നടത്തിയിട്ടില്ല. ആ, പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ, ഒന്ന് കേക്ക് മുറിക്കും, പായസം വെക്കും, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അത് ഞങ്ങളെന്ന് വെച്ചാൽ മുബീനാത്തായും ഫാമിലിയും പിന്നെ എൻ്റെ ഉമ്മ വാപ്പ പിന്നെ എൻ്റെ അനിയത്തി അവരെ ഫാമിലി, അത്രയും മാത്രമേ കാണാറുള്ളൂ. പിന്നെ ഇവിടുത്തെ സ്ഥലം ഒരു മെയിൻ പ്രശ്നമാണ്. സ്ഥലം വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പേരെ വിളിച്ചു കൂട്ടിയാലും നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ സാമ്പത്തികവും ഒരു മെയിൻ ഘടകമാണല്ലോ. മുസമ്മിലിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഫസ്റ്റ് അവനിക്ക് വയ്യാത്തതുകൊണ്ട് വലിയ രീതിയിലൊന്നും നടത്തിയില്ല. 2 വയസ്സിൻ്റെത് കുറച്ച് ഒരു രീതിയിൽ നടത്തി. എന്നാലും ആരെയും വിളിച്ചൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ കേക്ക് മേടിച്ചത് ആ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഹന്നത്തിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മേടിച്ച അതേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്. അപ്പോൾ ഇന്ന് കേക്ക് മുറിപ്പിക്കുന്നത് വാപ്പുമ്മ ആണ് കേട്ടോ അവൻ്റെ. അത് മേടിക്കാൻ പോയത് ഞാനല്ല, ഇക്കായും അൻവറും കൂടാണ് കേട്ടോ. അതാണ് ഈ വീഡിയോയ്ക്കകത്ത് അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തത്. പിന്നെ രാവിലെ തൊട്ടുള്ള ഒരുവിധം വീഡിയോസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ നാളെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേടാ. അന്നത്തിൻ്റെ ബർത്ത്ഡേക്ക് പായസം കുടിച്ച് എല്ലാവരും മത്തടിച്ചതുകൊണ്ട് അത് വേണ്ടെന്നുള്ള തീരുമാനം ഞങ്ങൾ നേരത്തെ എടുത്തിരുന്നു. അപ്പോൾ പായസത്തിന് പകരം കാപ്പിയാണ് കേട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തത്. പിന്നെ ഈ കേക്കും വേണ്ടെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. അപ്പോൾ ഈ കുട്ടികൾക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ മെയിൻ ഈ കേക്ക് കട്ടിങ് ആണല്ലോ. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റിയില്ല. അതിനവർ സമ്മതിച്ചില്ല. എത്ര ഇഷ്ടത്തോടാണെന്നറിയാമോ ഈ കേക്കൊക്കെ അവർ തിന്നുന്നത്. ഇത്രയും ഇഷ്ടത്തോടെ വേറെ എന്തെങ്കിലും ഫുഡ് അവർ കഴിക്കാറുണ്ടോ? മുഫീദിന് ഞങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതൊന്നുമല്ല, ഞങ്ങളൊരു സാധനം ഓർഡർ ചെയ്തിട്ടിരുന്നു. അപ്പോൾ അത് വന്ന ഡേറ്റും മുഫീദിൻ്റെ ബർത്ത്ഡേയും ഏകദേശം ഒരുമിച്ച് വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതൊരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അങ്ങ് കൊടുത്തേക്കാമെന്ന് അവനിക്ക്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തിട്ട് ആ ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്ന് അവനിക്ക് കൊടുക്കുവാണ് കേട്ടോ. അവനിക്ക് ഇങ്ങനെയുള്ള സർപ്രൈസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കണ്ട പാടെ അവൻ കേക്ക് അവിടെ ഇട്ടിട്ട് ഗിഫ്റ്റിൻ്റെ പിറകെ പോയി. ഇനി അത് അഴിച്ച് അതിനകത്ത് എന്തുവാണെന്നറിയാതെ അവനിക്ക് ഒരു സമാധാനവും വരത്തില്ല. കുട്ടികൾക്ക് മസ്റ്റായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എന്തുവാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ലോങ് വീഡിയോയിൽ കാണിച്ചു തരാം. കേക്ക് കട്ട് ചെയ്ത സമയത്ത് വാപ്പ ഇല്ലായിരുന്നു കേട്ടോ. വാപ്പ പള്ളിയിൽ നിന്ന് വന്നില്ലായിരുന്നു. അപ്പോൾ വന്ന പാടെ മുഫീദിനെ കൊണ്ട് ഒന്നും കൂടി കേക്ക് കട്ട് ചെയ്യിച്ച് വാപ്പാക്കും ഒക്കെ കൊടുത്തു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേടാ. താങ്ക്